ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ അനുസ്മരിച്ചുകൊണ്ട് രക്ഷകനെ വരവേൽക്കുവാൻ സഭാമക്കൾ 25 പുണ്യദിനങ്ങൾ ഒരുക്കത്തോടെ സ്വയം ശുദ്ധീകരിച്ച് പുതുക്കം പ്രാപിക്കുന്ന കാലഘട്ടമാണല്ലോ പരിശുദ്ധ എൽദോ നോമ്പ്. കോവിഡ്-19 എന്ന മഹാമാരി നമ്മുടെ ശീലങ്ങളിലും ബോധങ്ങളിലും ബോധ്യങ്ങളിലും സാമൂഹിക വ്യവസ്ഥിതികളിലും ആചാരങ്ങളിലും വലിയ പൊളിച്ചെഴുത്തലുകൾ നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വർഷത്തെ എൽദോ നോമ്പ് എന്നത് ഏറെ പ്രസക്തമാണ്. ക്രിസ്തുവിൻ്റെ ജനനം തന്നെ അതുവരെയുള്ള ഈശ്വര സങ്കല്പങ്ങളുടെ പൊളിച്ചെഴുത്തായിരുന്നുവല്ലോ. എവിടെ ജനിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടായിട്ടും അവൻ തിരഞ്ഞെടുത്തത് ദാരിദ്ര്യവും അസൗകര്യങ്ങളും നിറഞ്ഞ ഒരു കാലിത്തൊഴുത്തായിരുന്നു. ഭൂമിയിൽ അവതരിച്ച ദൈവത്തെ ആദ്യം ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച ആട്ടിടയന്മാരുടെ കാര്യത്തിലും ചില പൊളിച്ചെഴുത്തലുകൾ നമുക്ക് കാണാം. കൃപ ലഭിച്ച ആദ്യ സമൂഹമെന്ന് ആട്ടിടയന്മാരെ നമുക്ക് വിശേഷിപ്പിക്കാം. പരിത്യജിക്കപ്പെട്ട തിരസ്കൃത സമൂഹമായിരുന്ന ഒരു വിഭാഗം ജനതയെ തമ്പുരാൻ തന്നെ ആദ്യമായി ദർശിക്കുവാനുള്ള അവസരം നൽകി മഹത്വത്തിലേക്ക് ഉയർത്തുന്നു. പകലത്തെ അധ്വാനത്തിന് ശേഷം ക്രിസ്മസ് രാത്രിയിലെ മരം കോച്ചുന്ന തണുപ്പിൽ അവർ ഉറങ്ങാതെ ആടുകളെ കാത്ത് ഉണർന്നിരിക്കുകയായിരുന്നു. ആ ത്യാഗം സന്മനസ് ദൈവം കാണുന്നു. അത് അവരിലേക്ക് ദൈവ കൃപയെ ഒഴുക്കുന്നു. ദൈവം നിയോഗിക്കുന്ന സ്ഥാനങ്ങളിൽ സംതൃപ്തിയോടും വിശ്വസ്തയോടും തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുന്നവരെ യശസ്തരാക്കുന്നവനാണ് നമ്മുടെ ദൈവമെന്ന ബോധ്യം ഈ പുണ്യദിനങ്ങളിൽ നമുക്ക് ഉണ്ടാകട്ടെ. ആട്ടിടയന്മാർ തങ്ങളെപ്പോലൊരുവനായി ജനിച്ചിരിക്കുന്ന രക്ഷകനെ പുൽക്കൂട്ടിൽ കണ്ട് ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും സന്തോഷത്തോടെയുമാണ് മടങ്ങിപ്പോകുന്നത്. പ്രിയമുള്ളവരെ, ദരിദ്രനെ സ്നേഹിക്കുന്ന, വേദനകളിൽ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന, ദുഃഖങ്ങളിൽ അതിജീവനം നൽകുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഈ ക്രിസ്മസ് കാലങ്ങളിൽ നാം ഏവരും ധ്യാനിക്കേണ്ടത്. ഈ മഹാമാരിയുടെ കാലത്ത് നമ്മുടെ വചനവായനയും ധ്യാനങ്ങളും പുനർവായനയ്ക്ക് നിദാനമായി ഭവിക്കട്ടെ. രോഗവും വ്യാധിയും മരണവും അതുയർത്തുന്ന ഭയത്തിൻ്റെയും അസ്തിത്വ പ്രതിസന്ധിയുടെയും മധ്യത്തിൽ വചനത്തിൻ്റെ വെളിച്ചത്തിൽ സംവദിക്കുവാൻ നമുക്കേവർക്കും കഴിയട്ടെ. നമ്മെ കീഴടക്കുന്ന ഏതു മഹാമാരിയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള സാധ്യത ദൈവം നമ്മിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭയമല്ല, പുതിയ സാധ്യതകളുടെ തുറവയ്ക്കായി പരിശ്രമിക്കുക. അതിന് ചില പൊളിച്ചെഴുത്തലുകൾ ആവശ്യമെങ്കിൽ അത് നിർവഹിക്കുക. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശു തൻ്റെ കാരുണ്യമേലുന്ന വിരലുകൾ കൊണ്ട് നമ്മെ സ്പർശിക്കട്ടെ. കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീരുറവ നമ്മിൽ നിന്ന് ഒഴുകട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ.